ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ നമ്മൾ ഏകദേശം 15 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചു ഇല്ലേ? സുന്ദരമായിട്ട് 15 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിച്ച് പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. അത് വാഗൊണ്ട് പറയുക മാത്രമല്ല, ഞാൻ ചെയ്തും കൂടെ കാണിച്ചു ഇല്ലേ? ചെയ്തും കൂടെ കാണിച്ചു. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കോളും പുട്ടും മാത്രമല്ല, മനസ്സിലല്ലേ? കോളും പുട്ടും അല്ല കാര്യം. ഒരു ട്രേഡിനെ നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നു, അതിനകത്ത് എങ്ങനെ വിജയിക്കുന്നു എന്നുള്ളതിന് കൃത്യമായിട്ടൊരു എക്സാമ്പിൾ ഇന്ന് നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് കമൻറ്റ് എഴുതാനുള്ള അവസരമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനതുകൊണ്ടൊന്നും പറയാത്തതുകൊണ്ടായിരിക്കും ഈ കമൻറ്റും ലൈക്കും ഒക്കെ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പം വ്യൂവും കുറവാണ്. കാരണം എന്താണ്? കാരണം നമ്മൾ ലെവലുകളോ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം ലെവലിന് വേണ്ടി വരുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. അവരാരും വരുന്നില്ല. കാരണം ലെവലില്ലല്ലോ. ഇപ്പം ലെവലിന് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥിരമായിട്ട് തന്നെ കാണുന്ന ആൾക്കാർ നിങ്ങൾ തന്നെയാണ് ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടതും മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. അതുകൊണ്ട് ഗ്രൂപ്പിലുള്ളവരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് കമൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായി. ഉപകാരം ഇല്ലാത്തവർ ചെയ്യേണ്ട, നിങ്ങൾക്ക് ഉപകാരമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മളെന്താണ് ഇന്ന് രാവിലെ നമ്മളെന്താണ് പറഞ്ഞത്? 250 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇല്ലേ? 250 മാർക്കറ്റ് ഓപ്പൺ. അപ്പോൾ ഞാൻ 250 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറാണ് ഇല്ലേ? ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ 250 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. കൃത്യമായി എന്ത് ചെയ്യണം എന്ന് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു ഇല്ലേ? അപ്പം ഞാൻ എന്താണ് രാവിലെ വീഡിയോയിൽ പറഞ്ഞതെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കേട്ടിട്ട്, കാരണം ഗ്രൂപ്പിലില്ലാത്തൊരു ധാരാളം പേര് കാണുമല്ലോ, അപ്പോൾ നമുക്ക് ആ വീഡിയോ ആ ഓഡിയോ ഒന്ന് കേൾക്കാം. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാവിലത്തെ വോയിസ് നോട്ടിൽ പറഞ്ഞ പോലെ തന്നെ 250 പോയിന്റ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ 250 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. ഇത് ആർക്കെങ്കിലും രക്ഷപ്പെടാനാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ പ്രകാരം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങി വരാനാണ് സാധ്യത. അടിവരയിട്ട് പറയുന്നു, സാധ്യത മാത്രം. ഓക്കെ, ഒരു പക്ഷെ തിരിച്ച് സംഭവിക്കാം. ഓക്കെ, ഞാൻ ദൈവമല്ല. ഓക്കെ, അപ്പം പക്ഷെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ പ്രകാരം മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ താഴോട്ട് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇത് കേട്ട് ആരെങ്കിലും AMO ഇട്ട് നഷ്ടം വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല എന്നുകൂടെ ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഒരു പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ വീണ്ടും 24,000 എത്തുമോ ഇല്ലെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. എന്തായാലും നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ആദ്യത്തെ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ നോക്കുക. ഓക്കെ, നിങ്ങൾ താഴോട്ട് ട്രേഡ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിന്റെ ടോപ്പ് ആയിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. ഇതുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ആദ്യത്തെ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ നോക്കുക. ആദ്യത്തെ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ എങ്ങോട്ടാണെന്ന് നോക്കുക. താഴോട്ടാണ് നിങ്ങൾ ട്രേഡ് നോക്കുന്നതെങ്കിൽ ആ ആദ്യത്തെ 5 മിനിറ്റിന്റെ ടോപ്പ് ആയിരിക്കണം, ഹൈ ആയിരിക്കണം നിങ്ങളുടെ SL. ക്ലിയർ? ബാക്കി നമുക്ക് വഴിയെ നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നു. കണ്ടല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പം അതിന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം കൃത്യമായിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നപ്പോൾ ഞാനൊരു ട്രേഡ് എടുത്തായിരുന്നു. ആ ട്രേഡ് എടുത്ത് ഞാൻ സ്ക്രീൻഷോട്ട് അതുപോലെ ഇടുകയും ചെയ്തു ഇല്ലേ? ഞാൻ 154 എടുത്തു, 200, ഏകദേശം 40 പോയിൻറ്റിന് മുകളിൽ 45 പോയിൻറ്റ് ഒരു ലോട്ടിൽ ഞാൻ ജസ്റ്റ് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി, ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഇല്ലേ? 45 പോയിൻറ്റ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും. ഞാൻ അതിനുശേഷം നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ? മാർക്കറ്റ് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഹൈ, നിങ്ങളെ ഗ്രൂപ്പിലും പറഞ്ഞിരുന്നു അല്ല, നമ്മുടെ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഈ ഹൈ ആയിരിക്കണം നമ്മളുടെ ഒരു സപ്പോർട്ട് ലെവലായിട്ട് വർക്ക് ചെയ്യേണ്ടത് ഇല്ലേ? അപ്പം കറക്റ്റായിട്ട് ആ ലെവൽ, ആ പോയിന്റിൽ വന്നിട്ട് മാർക്കറ്റ് തട്ടിയിട്ട് മാർക്കറ്റ് തിരിച്ചു പോയി. അപ്പം നിങ്ങൾക്ക് അപ്പോൾ ഓൾമോസ്റ്റ് ധാരാളം പേര് എനിക്ക് മെസ്സേജ് അയച്ചു, സാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോയി. ഞാൻ പറഞ്ഞു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, നിങ്ങൾ പോവുക. കാരണം നമ്മളിവിടെ ഡോട്ടഡ് ലൈൻ വരച്ചിട്ടാണ് കൃത്യമായിട്ട് മാർക്കറ്റ് ഈ ടോപ്പിൽ, ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി ഇല്ലേ, ഈ ടോപ്പിൽ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി ഇല്ലേ? വന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു 15 മിനിറ്റിന് ഈ ശേഷം നിങ്ങൾ നിർത്തി പോകാൻ പറഞ്ഞു. അനുസരിച്ചവർക്ക് കൊള്ളാം, ഇല്ലാത്തവരുടെ കാര്യം എനിക്കറിയത്തില്ല എങ്ങനെയാണ്. കാരണം വൈകുന്നേരം വരെ, ഏകദേശം ഉച്ച വരെ ഇങ്ങനെ കുറ്റി അടിച്ച് നോക്കിയിരുന്നതിന് ശേഷം പിന്നെ ഒരു ഫോൾ കിട്ടി, പിന്നെ അവിടുന്ന് പിന്നെയും ഒരു മൂവ്. പക്ഷേ ഇതൊക്കെ എങ്ങനെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കമൻറ്റാണ്, കമൻറ്റിലൂടെ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. അപ്പോൾ ഇനിയിപ്പം നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് കയറി എന്തുകൊണ്ടാണ്? ഇന്ന് ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യാൻ കഴിയും. വാറ് പെട്ടെന്ന് തീരും എന്നൊരു ഡയലോഗ് ആര് പറഞ്ഞു? ട്രംപ് പറഞ്ഞു. വാറ് നിന്നിട്ടില്ല, പക്ഷേങ്കിൽ വാറ് പെട്ടെന്ന് തന്നെ തീരും എന്നുള്ളൊരൊറ്റ
ഒരൊറ്റ ഡയലോഗിൻ്റെ പുറത്താണ് ഈ മാർക്കറ്റ് ഇത്രയും കയറിയത്. ഓക്കെ, പക്ഷെങ്കിൽ അപ്പറേ സൈഡിൽ നിൽക്കുന്നവർ അവരെന്താ പറഞ്ഞത്, ഞങ്ങൾക്ക് വാർ നിൽക്കുമെന്ന് ഞങ്ങൾ പറയത്തില്ല, വാർ കണ്ടിന്യൂ ചെയ്യും എന്നാണ് അവർ പറയുന്നത്. ട്രംപ് പറയുന്നു ഓൾമോസ്റ്റ് അവരുടെ എല്ലാം തീർന്നു, അവരുടെ മിസൈലുകളും ആയുധങ്ങളും കാര്യങ്ങളും എല്ലാം തീർന്നു, ഇനി അവർക്ക് അടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അവരുടെ ഷിപ്പ് തീർന്നു, അവരുടെ എയർക്രാഫ്റ്റുകൾ തീർന്നു, എല്ലാം തീർന്നു, അവർക്ക് ഇനി യാതൊരു ഹോപ്പും ഇല്ല അടിക്കാനെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ദിവസങ്ങൾ അറിയാം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഖത്തറിൽ ഇപ്പോൾ ഒരു 8 സാധനം അടുപ്പിച്ച് വീണിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ ഈ സമയം, ഇപ്പോൾ ഇവിടുത്തെ സമയം എന്തായി, ഇവിടെ ഇപ്പോൾ 2:30 എന്ന് പറയുമ്പോൾ നാട്ടിൽ 5 മണി, 5 മണി ആയി കഴിഞ്ഞപ്പോഴത്തെ സമയത്ത് ഖത്തറിലുള്ളവർ നിങ്ങൾ പറയൂ, അവിടെ ഇപ്പോൾ സാധനം ഒരു 5-6 ഇപ്പോൾ വീണിട്ടുണ്ട്. അപ്പോൾ ഇത് തീർന്നെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ഇത് എൻ്റെ എല്ലാം തിക്തഫലം അനുഭവിക്കുന്നത് ഞങ്ങൾ ഈ GCC കിടക്കുന്നവരാണ് അനുഭവിക്കേണ്ടത്. ഇനി എന്ത് സംഭവിക്കുന്നുള്ള കാര്യം അറിയത്തില്ല. ഇതിനിടയിൽ ഒരു സമവായ ചർച്ചയ്ക്കുള്ള വഴികൾ പുടിൻ വഴി ഇങ്ങനെ നോക്കുന്നുണ്ട്. അറിയത്തില്ല, ഒരു സമവായം ചർച്ച നടക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. അത് പുടിനാണ് അതിൻ്റെ മധ്യസ്ഥൻ. അതും അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് അറിയാം. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇവർ അടിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് രാത്രിയിൽ അറിയാം ഇനി എത്ര അടി ഇങ്ങോട്ട് തിരിച്ച് വരും എന്നുള്ള കാര്യം. അപ്പം ഇപ്പോഴും അൺസർട്ടനിറ്റിയാണ് ഇല്ലേ? അപ്പം ട്രംപ് ഇപ്പം ഒരു മെസ്സേജ്, ഇപ്പോൾ ഒരു ന്യൂസ് വന്നത്, ഓക്കെ ഞാൻ അവരുമായിട്ട് സംസാരിക്കാൻ ഉള്ള ഒരു പദ്ധതി ഇടുന്നുണ്ട് എന്നിങ്ങനെ ഒരു ഡയലോഗ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അവരെത്രത്തോളം ഇതിനോട് സഹകരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ മീഡിയേറ്റേഴ്സ് എത്രത്തോളം സഹകരിക്കുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ലെവലുകളല്ല ന്യൂസുകളാണ്. ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ യുദ്ധം ചർച്ചകൾ അവസാനിക്കുന്നു, സീസ് ഫയർ വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പറക്കും. പിന്നെ മാർക്കറ്റ് പോയി നിൽക്കുന്നത് 25,000 പോയി നിൽക്കത്തുള്ളൂ. 25,000, 25,500 പോയി നിൽക്കുക. അതുപോലെ ഹ്യൂജ് കയറ്റമായിരിക്കും മാർക്കറ്റ് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലെവലുകളൊന്നും വർക്കുന്നില്ല. ഇനിയിപ്പം നാളെ മാർക്കറ്റ് നോർമലായിട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് 324 മുകളിൽ കിട്ടണം. 324 മുകളിൽ കിട്ടിയാൽ 324 മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 24,500 ഇല്ല, 24,324 താഴെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ 24,000 ഒരു പക്ഷേ നമ്മൾ കാണേണ്ടി വരും. ഇത്രയും കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നാളെ ഇന്ന് രാത്രിയിലത്തെ അവസ്ഥകളെ ആശ്രയിച്ചിരിക്കും നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഗ്യാപ്പ് അപ്പ് ആണ് ഗ്യാപ്പ് ഡൗൺ ആണെന്നുള്ളത്. അതിപ്പോൾ എന്തായാലും രാവിലെ ഞാൻ വോയിസ് ഇടാം, അതേ നടക്കത്തുള്ളൂ, അല്ലാതെ വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പം നിലവിലത്തെ അവസ്ഥയിൽ 2 കാര്യങ്ങളാണുള്ളത്. അപ്പോൾ അതിൻ്റെ നമുക്ക് വേറെ റൂമർ വരുന്നുണ്ട്. പുതിയ അവരുടെ ഖമേനിക്ക് ശേഷം വന്ന ഖമേനിയുടെ മകൻ പിന്നെ സീരിയസ് ഇഞ്ചുറി ആയിട്ട് ആണെന്നും പറഞ്ഞ് ഒരു ന്യൂസ് വരുന്നുണ്ട്. അത് ഇന്നലെ അടിയില്ല എന്ന് പറയുന്നു, അല്ല നേരത്തെ ഖമേനിയെ അടിച്ചപ്പം അന്നേരം പറ്റിയ അപകടമെന്ന് പറയുന്നു. അറിയത്തില്ല, ഒത്തിരി ധാരാളം ന്യൂസുകൾ കറങ്ങി നടക്കുന്നുണ്ട്. ആൾ ജീവനോടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒരു അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാലെ പിടിച്ചായിരിക്കും ഓരോരോ കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ ഏകദേശം 200-250 പോയിൻറ്റ് മുകളിലായിരുന്നു ഇല്ലേ? ഇപ്പോൾ ആണ്ടാണ് പൊട്ടി. ഇപ്പോൾ എനിക്കൊന്ന് ഈ ഖത്തറിൽ ഇത് വീണുകൊണ്ടാന്ന് തോന്നുന്നു, ഈ സാധനം ആണ്ട് പൊട്ടി താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം US-ൻ്റെ ഫ്യൂച്ചറാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഓരോരോ മാർക്കറ്റിൽ ഓരോരോ ന്യൂസുകൾ നടക്കുമ്പോൾ അതിൻ്റെ പുറകെ മാർക്കറ്റ് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ലെവലുകളൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അന്നേരം ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് സ്ഥിതി അതനുസരിച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം കഴിവതും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ട്രേഡുകൾ നിങ്ങൾ കുറയ്ക്കുക. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ആ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുത്ത് മാറി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെയും പോയി ട്രേഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ കയ്യിരിക്കുന്ന പൈസ പോവുക മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ക്രൂഡ് കയറി $120 വരെ കയറി ക്രൂഡ് ഇപ്പം പൊട്ടി താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം $85, $85-90 ഇടയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ ഈ ഏറ്റവും വലിയ പ്രശ്നം ഈ ഹോർമൂസ് കടലിടുക്കാണ് പ്രശ്നം. ഹോർമൂസ് സ്ട്രെയിറ്റിൻ്റെ കൺട്രോള് ഇപ്പോഴും അത് ഇറാൻ്റെ കയ്യിലാണ്. അത് അമേരിക്ക ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ പുറകെയൊക്കെ പല പ്രശ്നങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ചരക്ക് ഗതാഗതം ഇപ്പോൾ തന്നെ വിലകൾ ഓരോന്നിനും കൂടാൻ തുടങ്ങി. നാട്ടിൽ ഗ്യാസിൻ്റെ പ്രൈസ് കൂടി. ഇപ്പോൾ തന്നെ ഇന്നാണ് ഇപ്പോൾ ഒരു ന്യൂസ് ഞാൻ വായിച്ചത്, ഹോട്ടലുകാർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം അവർക്ക് LPG കിട്ടുന്നില്ല. LPG കറക്റ്റായിട്ട് പിന്നെ അവർക്ക് കിട്ടുന്നില്ല. ഡെയിലി ഹോട്ടലുകൾക്കൊക്കെ ഇഷ്ടം പോലെ ഗ്യാസ് വേണ്ടേ, പക്ഷേ ഇപ്പോൾ ലിമിറ്റേഷൻസ് ആണ്, ലിമിറ്റഡ് ക്വാണ്ടിറ്റിയെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഒന്നേ ചൊല്ലി ഓരോരോ പ്രശ്നങ്ങൾ ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുക. പച്ചക്കറികൾക്ക് വില കൂടും, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്ന ഓരോരോ സാധനങ്ങളുണ്ട്, ഇറക്കുമതി സാധനങ്ങളുണ്ട്, അതിനൊക്കെ വില കൂടും, ഷിപ്മെൻറ്റിന് കാശ് കൂടും, ഇൻഷുറൻസിന് കാശ് കൂടും. അങ്ങനെ പല പ്രശ്നങ്ങളാണ്. ഇതുപോലെ തന്നെ ഇവിടെയാണ് ഗൾഫിലാണെങ്കിൽ തന്നെയും പച്ചക്കറി നാട്ടിലിപ്പം ഇന്നലെ പറഞ്ഞ ലുലു വലിയൊരു ഫ്ലൈറ്റ് നിറച്ച് സാധനം കൊണ്ടുവന്നത് പറയുന്നത് ദുബായിലോട്ടാണ് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നില്ല, കുവൈറ്റിൽ കൊണ്ടുവന്നില്ല, ദുബായിലോട്ടാണ് കൊണ്ടുവന്നത്. അത് ദുബായ്ക്കാർക്ക് കൊള്ളാം. ഇനി ദുബായ്ക്കാർക്ക് കൊള്ളാമെങ്കിലും കാശ് കൂടുതൽ കൊടുക്കണം. നോർമൽ ഷിപ്പിങ്ങിന് വരുന്നതും അല്ലാതെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിനകത്തിൽ സാധനം വരുന്ന തമ്മിൽ വിലയ്ക്ക് വ്യത്യാസമുണ്ട്
ശരിയല്ലേ? അപ്പോൾ അതിനനുസരിച്ച് കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും. സാധനം കിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റിരിക്കുന്ന കാശ് കൊടുത്താൽ സാധനം കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം ഇവിടുത്തെ ജനജീവിതവും എന്ത് ചെയ്യും, ദുസ്സഹമാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നിനെ ഈ ക്രൂഡിൻ്റെ പ്രൈസിൻ്റെ വില കൂടിയപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് നമുക്ക് പറയാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രിയിലും ഓരോ ന്യൂസുകൾ വരുമ്പോൾ അതിൻ്റെ അനുസരിച്ചായിരിക്കും മാർക്കറ്റിന് നാളത്തെ ബിഹേവിയർ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ ഡയലോഗിലാണ് മാർക്കറ്റ് 250 പോയിന്റ് പൊങ്ങിയത്. ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ യുദ്ധം പെട്ടെന്ന് തീരും എന്നൊറ്റ ഡയലോഗ് വാർത്താണ്. ഇനിയിപ്പോൾ ഇന്ന് പറയുകയാണ് ഉടനെ യുദ്ധം തീരത്തില്ല, ഇനി അടി അടക്കും, അടിച്ച് തിമിർത്തും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും തദൈവമാവും. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം, അത്ര മാത്രമേ പറയാനുള്ളൂ. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഇന്നത്തെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യുക. കഴിവതും മാക്സിമം നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമിക്കുക. നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ ഇന്നലെയാണ് ഒരാൾ കൂലിക്കിരുന്ന് കമൻറ്റ് എഴുതുന്നുണ്ടോ, എല്ലാത്തിനും താഴെ നിന്ന് ഒരാളിരുന്ന് കമൻറ്റ് എഴുതി പോകുന്നതാണ്. നമുക്കറിയാം ആരൊക്കെ ആരാണെന്നും ആരാണ് എഴുതിപ്പിക്കുന്നതൊക്കെ നമുക്കറിയാം. അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മുടെ വിഷയമുള്ള കാര്യമല്ല. എങ്കിലും നിങ്ങളാണ് എൻ്റെ ശക്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ഈ നമ്മുടെ ചാനലിനോട് കാണിക്കുന്ന സ്നേഹമൊക്കെയാണ് എൻ്റെ ചാലക ശക്തി. അപ്പോൾ അതുകൊണ്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കുക. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.